എവിടെ വന്നേക്കണേ? ഇതേ ഞങ്ങളിന്ന് മണപ്പുറത്താണ്ടാ വന്നേക്കണത്. പിള്ളേര് ഭയങ്കര ഹാപ്പിയാ. അവെല്ലാം സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ജോഹു ഇവിടെ തറയപ്പ പറയട്ടെ, ഇവിടെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ ഓടി പോണേ അങ്ങോട്ടേക്ക്? അയ്യോ അത് കാളയാണ്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് ഇവിടെ വാടാ. പിന്നല്ലാണ്ട് ജോഹു ഇവിടെ വന്നിട്ടുണ്ടാ മുമ്പ്? പോത്തും കുത്തും ഓർമ്മയുണ്ടാ? ആ നല്ല ഓർമ്മയുണ്ട്. ഇവിടെ എത്താറായപ്പോ തന്നെ ഓർത്തു എന്ന് പറഞ്ഞു. ഒന്നും വാങ്ങിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് രണ്ടെണ്ണത്തിന്. ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല വീട്ടില്. ഇവിടെ കാർപ്പറ്റൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് കാരണം വലിയ പൊടിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാൻ മണപ്പുറത്തേക്കിട്ടാ. ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരണക്കിണറൊക്കെ ഉണ്ട്. ഇതാണ്ട നമ്മൾ നേരത്തെ കണ്ടത് കുരങ്ങൻ. വലിയ കുരങ്ങനാണ് വെച്ചേക്കണത്. അവലും ജോഗും വണ്ടറടിച്ചാണ് അതമ്മ നോക്കി നിൽക്കണേട്ടാ ടീനെ. ഗുണാക്കേവ് എവിടെ? ഗുണാക്കേവ് നമ്മൾ സിനിമ കണ്ടില്ലേ? ആ ഗുണാക്കേവ് അത്. പൊക്കോ പൊക്കോ പൊക്കോ. വവ്വാലി ഇങ്ങനെ വവ്വാലി. വവ്വാലി ദേ ഇവിടെ. വവ്വാലി വവ്വാലി വവ്വാലുണ്ടാക്കി വെച്ചാലുണ്ടോ വവ്വാലി? കടിക്കും പിടിച്ച് വവ്വാല്. അയ്യോ അയ്യോ എടോ വലുത്. മനിതൻ ഉണർത്തിക്കൊള്ളേ, ഇത് മനിതൻ കാതലല്ലേ. എന്റെ പൊന്നെ നോക്കിയടാ ചോങ്ങട്. മരം മരം വവ്വാല് തൂങ്ങി കിടക്കണ. വവ്വാല് തൊടാൻ പറ്റില്ല. വവ്വാലിനെ തൊടാൻ പാടില്ല. വവ്വാല് കടിക്കുകയും പിടിച്ച്. ഇത് മറ്റേ ബേസ്ബോർഡ് പോലത്തെ ഇത് വെച്ചിട്ടുണ്ടാക്കി വവ്വാല്. വവ്വാൽ ജി അവിടെ ഒരു വവ്വാല്. കയറി കയറി കയറി. പേടിയാണ്. അപ്പക്ക് പേടിയാണ്. അയ്യോ ജോന് പേടിയാവണ്ട. സിംഹം. ഇത് നോക്കി ഒട്ടകം. അല്ല ഒട്ടക. ഇത് നമ്മുടെ മണപ്പുറത്തുള്ള ഗുണാക്കേവ് ഉണ്ട്. ഈ ഗുണാക്കേവിൽ ഇത് ഇവിടെ നിന്ന് തൊട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ് സത്യം. ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ആനയൊക്കെ നോക്കി തോന്നണം മേടിച്ചോണ്ടോ. പുതിയൊരു പാനാണിത്. ഇത് നമ്മുടെ അഗാരോന്റെ റോയൽ ഹണികോം ഫ്രൈയിങ് പാനാണ്. അപ്പൊ ഇതൊന്ന് പരിചയപ്പെട്ടാലോ? അതിന്റെ ഉള്ളൊക്കെ കണ്ടോ? ഹണികോം ഒരു തേനീച്ചക്കൂടിന്റെ ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഇരിക്കണത്. അല്ലെ, നല്ല മുഖം നോക്കാം. വേണ്ടി വന്നാൽ ഒരെണ്ണം കൊടുക്കുകയും ചെയ്യാം. അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ പിടി ഒരു ചെറിയതായിട്ട് വെയിറ്റുള്ളൂ. പക്ഷെ നല്ല ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ വെക്കാനൊക്കെ പറയുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാനാണ് കേട്ടോ. നല്ല ചൂട് നല്ല കട്ടിയുണ്ട്. അപ്പൊ നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം ഇതില്. അഗാരോ റോയൽ ഹണികോം ഫ്രൈങ് പാനിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒപ്പം തന്നെ ഒരു 22 സെന്റിമീറ്റർ ഡയാമീറ്റർ ആണ് ഇതിന് വരുന്നത്. ഒരു 1 ലിറ്റർ കുക്കിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന്റെ ഹാൻഡിൽ ആണെങ്കിൽ നല്ല എക്സ്ട്രാ ഗ്രിപ്പോട് കൂടിയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ടു യൂസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ട്രിപ്പിൾ സ്റ്റീലിന്റെ ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് കപ്പാസിറ്റി ഇതിന് വളരെ കൂടുതലാണ്. ഹണികോം ബേസ് ആയതുകൊണ്ട് തന്നെ നല്ല ബെറ്റർ ഹീറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വേറെ കെമിക്കൽ കോട്ടിംഗ് ഒന്നും ഇതിൽ വരുന്നില്ല. നല്ല ഫാസ്റ്റ് ആയിട്ട് ഹീറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യാനും ഫ്രൈ ചെയ്തെടുക്കാനും അതുപോലെ സെർവ് ചെയ്യാനും എല്ലാം ഇത് ഒരുപോലെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് ഗ്യാസിലും ഇൻഡക്ഷനിലും യൂസ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ നിൽക്കണ മാതിരിയാണ് ഈ ആനയൊക്കെ നിൽക്കണത്. ഞങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോൾ. ഒരു 15 മിനിറ്റോളം ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ മാത്രം കാണണ്ടായി. ഇല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല. നിങ്ങൾ 80 രൂപയായിട്ടാണ് ടിക്കറ്റ് ഒരാൾ കിട്ടുക. നിങ്ങൾ മണപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഈ സ്പോട്ട് ഒന്ന് കാണും കേട്ടോ. അടിപൊളിയാണ്. ഇത് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ജോഗനല്ല അതിൻ്റെ ഇപ്പം നിങ്ങൾ എടുക്കണം. റൈനോ റൈനോ കാള നിൽക്കണ നോക്കിയ കാളക്കുട്ടൻ. അയ്യോ എൻ്റെ കമ്പനിയായിരുന്നു നടക്കുന്നില്ല. കാങ്കരു അവതാരം ഇടാ.
ഇത് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ആ മങ്കിയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് വീണ്ടും ഫ്രണ്ടിലാ. പിന്നെ നമ്മൾ കിണത് ഈ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ ആളുകളൊക്കെ കയറേണ്ട അതിനിടയ്ക്ക് ആവേനും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല, ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഗോസ്റ്റ് ഹൗസിൽ കയറാൻ എനിക്ക് അങ്ങനെ ഉണ്ടായി. പക്ഷേ ടീനയ്ക്ക് പേടിയൊക്കെ ആയതുകൊണ്ട് പിള്ളേരെ കൊണ്ട് കയറണമെന്ന് പറഞ്ഞാൽ ആ പരിപാടി ഞങ്ങളോട് ക്യാൻസൽ ചെയ്ത്. പിന്നെ അത് ഇവർക്ക് ഈ ബൈക്ക് കണ്ടുകഴിഞ്ഞാൽ ബൈക്ക് പണ്ടേ ആവേലും ജോബിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാന്താണ്. ആവേലിന് ഓറഞ്ചും ജോബിന് റെഡും അത് എന്നെ കിട്ടി. അത് കയറിയിരുന്ന് കുറേ നേരം വട്ടം കറങ്ങി. നിങ്ങൾക്കൊന്നും തല ഇറങ്ങൂലാവോ? ഞാൻ അതാണ് ആലോചിച്ചത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവം ഒട്ടകം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമ്മൾ ഈ മണപ്പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടകത്തിനെ കണ്ടുള്ള നല്ല ആരോഗ്യവാനായ ഒരു ഒട്ടകം എന്ന് വേണമെങ്കിൽ പറയാട്ടെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം കൗതുകത്തോടെ നോക്കിയിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? മുതയിൽ ബുറാക്ക് എന്ന് പറഞ്ഞ പേര്. അതിനെ കുറച്ച് നേരം നോക്കി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവരോട് കയറണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് അതങ്ങോട്ട് കയറിയില്ല. ഞങ്ങൾ വീണ്ടും നടന്ന് അങ്ങനെ അതേ. പിന്നെ ടീന നേരെ ഫ്രണ്ടിലെത്തി കമ്മൽ എവിടെ കണ്ടു കഴിഞ്ഞാലും വിടൂല എന്നുള്ള രീതിയാണ് ടീന. അങ്ങനെ ടീന കമ്മലൊക്കെ നോക്കാൻ പോയി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ നൈസായിട്ട് ബജ്ജിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവൾ സമ്മതിച്ചില്ല. അവളോട് വന്നിട്ട് പോയായിരുന്നു. ആബേലും ജോഹുണും അവിടെ കിടന്ന പ്രശ്നം. ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം. അതിനിടയ്ക്ക് ഞങ്ങൾ ചട്ടികൾ നോക്കാൻ പോയി. ചട്ടി നോക്കാൻ പോയി ഇടയ്ക്ക് ഞങ്ങൾ കുറേ കടകളിൽ കയറി റേറ്റൊക്കെ ചോദിച്ചു. ഞങ്ങൾ വരാട്ടാ, കാരണം ഇപ്പോഴേ പൊക്കി പിടിച്ചിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ കടകളിൽ ഇങ്ങനെ മാറി ചോദിക്കണം. അപ്പോൾ ആബേൽ പ്രശ്നം ഉണ്ടാക്കി. ആബേല ചേച്ചിമാർ പറയും ഇതെല്ലാവരുടെ കടയിലും എല്ലാ ചട്ടിക്കടയിലും പോയി ഇവർ അപ്പനമ്മ ഇത് തന്നെയാണ് പറയണേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ആ ചേച്ചി എടുത്തപ്പോൾ ഞങ്ങൾ ആ ചേച്ചിയുടെ മുമ്പിൽ നാണം കിട്ടുപോയി. അപ്പം അമ്മ കള്ളന്മാരാണ്. അപ്പം അമ്മ എല്ലാ ചട്ടിക്കാരുടെ അടുത്ത് ഒരേ കാര്യം തന്നെ പറയണേ, ഞങ്ങൾക്ക് ഇപ്പോൾ പിടിക്കാൻ പറ്റാണ്ട് വില ചോദിച്ചിട്ട് വരും, അവരെ പറ്റിക്കുകയാണെന്നൊക്കെയാണ് ആബേൽ പറയണത്. ഞാൻ പറഞ്ഞിടാ, വില ചോദിച്ചിട്ട് വേണ്ട ഒരു സാധനം എടുക്കാനായിട്ട് നമുക്ക് വിലക്കുറവ് എവിടെ കിട്ടുന്ന വെച്ചാൽ അവിടെ നിന്ന് എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അവനെ മനസ്സിലാക്കി. പൊട്ടാസിന് വേണ്ട വേണ്ട വേണ്ട. ഇവിടെ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ട് പഴയ കാലത്തെ കുറച്ച് കളിപ്പാട്ടങ്ങൾ. ഇതിങ്ങനെ കണ്ടു തീരാൻ തന്നെ ഒരുപാടുണ്ടെന്നുള്ളത്. നമ്മൾ കുറേ നേരം ഇങ്ങനെ അലഞ്ഞ് കുറേ കടകളുണ്ട്, പക്ഷെ എല്ലാം കാണിക്കാൻ പറ്റില്ല നമുക്ക്. അത് കഴിഞ്ഞ് ഇവർക്ക് വിശക്കണമെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കിഴങ്ങ് വെച്ചിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് ആവേലിന് വേണമെന്ന് പറഞ്ഞ് അതിന് കൊടുക്കത്തെ ചാർജിന് ഇവന്മാരൊക്കെ 150 രൂപ 100 രൂപയാണ് ഒരെണ്ണത്തിന് പറയണത്. പിന്നെ ജോബിനാണെങ്കിൽ മറ്റേ ഇത് മതി എന്ന് പറഞ്ഞു, കോളിഫ്ലവർ. അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ജോബ് പറയാൻ എനിക്ക് മറ്റത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് കടിക്കാൻ ഷെയർ ചെയ്യാന്നാന്ന് പറഞ്ഞു. പിന്നെ ആബേലും ജോബും കൂടി പരസ്പരം ഷെയറൊക്കെ ചെയ്ത് അതൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവരെ പറ്റിക്കണമല്ലോ, ഇവർക്ക് ഈ കളിപ്പാട്ടക്കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇവരുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ 1-2 സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അതുങ്ങളെ പറ്റിച്ച് നിർത്തി. ഇവർ ഭയങ്കര ഹാപ്പി, നമ്മൾ ഹാപ്പി. വലിയ കാശൊന്നും ചിലവായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടാ. ചട്ടിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2 സെപ്പറേറ്റ് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടിയും പിന്നെ വന്ദേ ഭാരത് വാങ്ങിച്ച് കൈ അത് കയറാണ്. അതായത് കൊള്ളില്ല, അതിൽ കയറാൻ കൊള്ളില്ല. വാ ചോക്ക് വാ പോ മാരയും കൊണ്ട് ഒരു വഴിക്ക് പോകാൻ പറ്റുന്നത് നിങ്ങളാണ് എന്നെ പിടിച്ച് തള്ളണം. ഇനി ഞങ്ങളിവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പം ഞങ്ങളും പോവാണ്, നിങ്ങളും പൊക്കോട്ടെ. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.